മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പമുണ്ട്. ഇടുക്കിയിലെ ടൂറിസം സാധ്യത വളരെയധികം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഈ സീപ്ലെയിനൊക്കെ ഇപ്പോൾ എവിടം വരെ ആയിട്ടുണ്ട്? ഒന്നും മോശമില്ലാതെ പോകുന്നുണ്ട് കാര്യങ്ങൾ. ഡാമുകൾ കേന്ദ്രീകരിച്ചാണ് സീപ്ലെയിൻ ആലോചിച്ചത്. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഇടുക്കി ജില്ലയിലെ ടൂറിസ്റ്റുകളുടെ എണ്ണം വലിയ നിലയിൽ വർദ്ധിച്ച കാലമാണിത്. വിദേശ സഞ്ചാരികളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ സർവ്വകാല റെക്കോർഡിലാണ്. ആഭ്യന്തര സഞ്ചാരികളും വലിയ നിലയിൽ വരുന്നു. അപ്പോൾ വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അതിന് ഗവൺമെൻറ് നേരിട്ടും ഫെസിലിറ്റേറ്ററായും രണ്ട് നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് ഒരു നല്ല ഗസ്റ്റ് ഹൗസാണ്. എല്ലാ നിലയിലുള്ള സൗകര്യങ്ങൾ കണ്ടല്ലോ. എല്ലാ നിലയിലുള്ള സൗകര്യങ്ങൾ അടങ്ങിയൊരു ഗസ്റ്റ് ഹൗസാണ് അത്. മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനും അവർക്ക് മൂന്നാർ ആസ്വദിക്കാനും ഒക്കെ സാധിക്കുന്നൊരു നില വരും. അപ്പോൾ വലിയ മുന്നേറ്റം ഇടുക്കി ജില്ലയിൽ ടൂറിസം മേഖലയിൽ ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കാര്യം, ഈ വനം വകുപ്പിൻ്റെ ചില നിലപാടുകളെ ഈ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നുണ്ട്. അത് വലിയ ആശങ്ക ഈ ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. ഇല്ല, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് വനം വകുപ്പുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ആ വിഷയങ്ങൾ പരിഹരിച്ച് പോകാവുന്നതാണ്. അതിലൊന്നും വേറെ ഒരു ബുദ്ധിമുട്ട് വരില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആക്സസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ, ടൂറിസ്റ്റുകൾക്ക് പെട്ടെന്ന് മൂന്നാറിലേക്കും ഇടുക്കി ജില്ലയിലേക്കും വരാൻ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മറ്റു വകുപ്പുകളുമായി ഒരു ഏകോപനത്തോടു കൂടി പോകാനുള്ള എല്ലാ നിലപാടും സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. വനം വകുപ്പായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യും. മറ്റേതെങ്കിലും വകുപ്പുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരു കാര്യമേ ഉള്ളൂ, അത് സമവായത്തിലൂടെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുക. അല്ലാതെ ഒരു ഏറ്റുമുട്ടലിൻ്റെ ബാധയല്ല. വനം വകുപ്പും ആ ഒരു നിലപാടാണ് പൊതുവെ സ്വീകരിക്കുന്നത്. വനം വകുപ്പിനോടും ചർച്ച ചെയ്ത്, അത്തരം വനം മന്ത്രിയോട് ഇതിനകം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാനാവും. ഈ ടൂറിസത്തിൻ്റെ പ്രത്യേകത, ടൂറിസം എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ വനം മേഖലയുമായി ബന്ധപ്പെട്ട്, വനം വകുപ്പുമായി ബന്ധപ്പെട്ട ടൂറിസം മേഖല ഉള്ളതുപോലെ തന്നെ ഇറിഗേഷൻ, തദ്ദേശ സ്വയംഭരണം തുടങ്ങി സാംസ്കാരികം, കായികം തുടങ്ങിയ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ടൂറിസത്തെ വികസിപ്പിക്കാനാകും. അതിൻ്റെ ശ്രമം ഞങ്ങൾ തുടരും. അത് ഇടുക്കി കേരളത്തിൻ്റെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇടുക്കി ജില്ലയ്ക്കുള്ള പുതുവത്സര സമ്മാനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പുതുവത്സര സമ്മാനമാണ് ഈ ഗസ്റ്റ് ഹൗസ് കെട്ടിടം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. എന്നിരുന്നാലും അത്തരത്തിലാണ് ഈ ഇടുക്കിയുടെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ടൂറിസവുമായി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നത്. വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുമെന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമഠത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.